ഹലോ എവരിവൺ, ഞാൻ സിമി റോബിൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് മെന്റർ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനർ. നമ്മളിൽ പലരും ലൈഫിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്യുകയും ആ ഒരു ചിന്ത വളരെയധികം നമുക്ക് നിയന്ത്രണാതീതമായ ഒരു ലെവലിലേക്ക് പോവുകയും അത് പലപ്പോഴും സ്ട്രെസ്സും ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യുകയുമാണ് പൊതുവിൽ ചെയ്യുന്നത്. പലതരത്തിലാണ് ഓവർ തിങ്കിങ് പോകുന്നതെങ്കിലും കോമൺ ആയിട്ട് 3 തരത്തിലാണ് ഓവർ തിങ്കിങ് കാണാറുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ ഫിക്സർ. ഈ ഒരു ഓവർ തിങ്കിങ് പാറ്റേൺ ഉള്ള വ്യക്തികൾക്ക് ഏറ്റവും അധികം അവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കോമൺ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും അവർക്ക് പരിഹാരം കാണണം എന്നുള്ള ഒരു മനോഭാവമാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടുപോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വേണ്ടി വരില്ല. പക്ഷേ ഇത്തരത്തിൽ ഓവർ തിങ്കിങ് ഉള്ളവർക്ക് എല്ലാത്തിനും പരിഹാരം കാണണം. അതും സ്വന്തം കാര്യവും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണമെന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും. ഉദാഹരണത്തിന്, ഈ ഒരു തിങ്കിങ് പാറ്റേൺ ഉള്ള വ്യക്തികളുടെ ഒരു സുഹൃത്ത് അവരുടെ ഒരു വിഷമം ലൈഫിലെ ഉള്ളത് ഈ വ്യക്തിയോട്, ഈ ഓവർ തിങ്കിങ് ഉള്ള ഫിക്സർ ടൈപ്പ് ഉള്ള ആളോട് പറയുകയാണ് എങ്കിൽ ആ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് ഇതിന് എന്ത് സൊല്യൂഷൻ കാണാനായിട്ട് സാധിക്കും, ഞാൻ എന്ത് ഉപദേശമാണ് ഈ വ്യക്തിക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇനി ഞാൻ ഈ പ്രശ്നത്തിന് പരിഹാരം ശരിയായ രീതിയിലല്ല പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ തിങ്ക് ചെയ്ത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ് ഇത്. ചില സന്ദർഭങ്ങളിൽ നമ്മളോട് ഒരാൾ ഒരു വിഷമം പറയുമ്പോൾ അവിടെ നമ്മൾ പരിഹാരം കാണേണ്ട കാര്യമില്ല യഥാർത്ഥത്തില് ചില സന്ദർഭങ്ങളിൽ. കാരണം നമുക്ക് അവരുടെ ഒരു വിഷമം കേൾക്കുമ്പോൾ നമ്മൾ ഒരു ആക്റ്റീവ് ലിസണിങ് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നിന്നാൽ പോലും അവർക്ക് മനസ്സിന് ഒരു ആശ്വാസം കിട്ടും. പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അത് ഓവർ തിങ്കിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നത്. ദ വാരിയർ, രണ്ടാമത്തെ തരത്തിലുള്ള ഓവർ തിങ്കിങ് പാറ്റേണിൽ വരുന്നതാണ് ഈ വാരിയർ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ചിന്താശൈലി ഉള്ള വ്യക്തികൾ പൊതുവിൽ കാണുന്ന എല്ലാത്തിനെയും ഒരു യുദ്ധ സമാനമായിട്ടുള്ള അന്തരീക്ഷത്തിലായിരിക്കും അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളെയും കാണുന്നത്. ഉദാഹരണത്തിന്, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെ എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും എനിക്ക് ഒന്നാമനാകണം, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റാൽ എന്താവും, ഈ പരീക്ഷ എഴുതി ഞാൻ സക്സസ്ഫുൾ ആയില്ല എങ്കിൽ എന്റെ ലൈഫ് എങ്ങനെയാവും. ഈ ഒരു രീതിയിലായിരിക്കും ഇവരുടെ ഒരു തിങ്കിങ് പാറ്റേൺ പോകുന്നത്. ഒരു ചെറിയ അളവ് വരെയും എല്ലാത്തിനെയും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൊക്കെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ലൈഫിൽ ഒരു പ്രചോദനമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് അമിതമായി കഴിയുമ്പോഴാണ് പലപ്പോഴും ഉത്കണ്ഠയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിലേക്കും ഒക്കെ ലീഡ് ചെയ്യുന്നത്. ദ ഓവർ അനലൈസർ, മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആളുകളാണ് ഇതിൽ വരുന്നത്. ഈ ഇത്തരത്തിലുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തെക്കുറിച്ചും അമിതമായി വിശകലനം ചെയ്യുക, ആഴത്തിൽ ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഇത്തരത്തിലുള്ള ആളുകൾ ഒരു ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയച്ചു എന്ന് കരുതുക. ആ ഒരു മെസ്സേജിന് റിപ്ലൈ ഓക്കെ എന്ന് മാത്രമാണ് ആ ഫ്രണ്ട് അയച്ചതെങ്കിൽ ഈ തരത്തിലുള്ള തിങ്കിങ് പാറ്റേൺ ഉള്ള ആൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അവൻ ഓക്കെ എന്ന് അയച്ചത്, ആ ഒരു മെസ്സേജ് അത്രയും ചെറിയൊരു റിപ്ലൈ എന്തുകൊണ്ട് അയച്ചു, ഇനി എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവന് പ്രശ്നം ഉള്ളത് കൊണ്ടാണോ, എന്നോട് പിണക്കം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ അയച്ചത്. ഇത്തരത്തിൽ ആ തിങ്കിങ് വല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് പോകും. പലപ്പോഴും ആ ഫ്രണ്ട് ചിലപ്പോൾ തിരക്കായിട്ടായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ കാണും. പക്ഷേ ഈ ഓവർ അനലൈസേഴ്സ് അതിനെ കൂടുതൽ വഷളായിട്ടുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു ശൈലിയാണ് പൊതുവിൽ കാണുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള 3 പാറ്റേൺ ആണ് പൊതുവിലായിട്ട് ഓവർ തിങ്കിങ്ങിൽ കാണാറുള്ളത്. അപ്പൊ എപ്പോഴും ഓവർ തിങ്കിങ് ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് എങ്കിലും വളരെ നമുക്ക് ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ശതമാനത്തിൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എങ്ങനെ ഓവർ തിങ്കിങ് നമുക്ക് എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ളത് റിസർച്ചിനെ ബേസ് ചെയ്തിട്ട് എഫക്റ്റീവായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള മെത്തേഡ്സുകളെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.